ഹായ് ഫ്രണ്ട്സ്, ശിവദൻ ടാരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പിയായും സേഫായും ഹെൽത്തി ആയിരിക്കുന്നു വിചാരിക്കുന്നു. നെഗറ്റീവായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് എടുക്കാതിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ റെസനേറ്റ് ആവുന്നതായിരിക്കും. പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ എടുക്കുക. ഇന്നത്തെ ടോപ്പിക്ക്, നിങ്ങളിൽ നിന്നും അകന്നു പോയ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ? എന്താണിപ്പോൾ അവരുടെ അവസ്ഥ എന്ന് നോക്കാം. ഇവിടെ ഓവറോൾ എനർജി വന്നത് ഒരു 6 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. 6 ഓഫ് കപ്പ് എന്ന് പറയുമ്പോൾ അവർ തീർച്ചയായും നിങ്ങളെ ഓർക്കുന്നതായിട്ട് കാണും. പഴയ കാര്യങ്ങളൊക്കെ ഓർത്തത്, ഒരുമിച്ച് നടന്നത്, ഒരുമിച്ച് ജീവിച്ച്, ഒരുമിച്ച് പറഞ്ഞ പല കാര്യങ്ങളും, അല്ലെങ്കിലും ചിലപ്പോൾ മുമ്പേ ഒരുമിച്ച് ഒക്കെ വർക്ക് ചെയ്തവരായിരിക്കാം സാധ്യത, അല്ലെങ്കിൽ പഠിച്ചവരോ അല്ലെങ്കിൽ അടുത്ത താമസിച്ച വ്യക്തികളുടെ ഫ്ലാറ്റിലൊക്കെ അങ്ങനെയൊക്കെയുള്ള വ്യക്തി ആകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം പാസ്റ്റ് ആലോചിച്ചിരിക്കുന്ന പഴയ പാട്ടുകൾ കേൾക്കുന്ന ഈ ഒരവസ്ഥയിൽ ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണുന്നത്, ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓർക്കുക മാത്രമല്ല, നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഒരുപാട് ദുഃഖിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ ഉറക്കം നഷ്ടപ്പെട്ടു, മാനസിക നില ഇപ്പോൾ ശരിയല്ല. ഈ പ്രശ്നം കാരണം അവർക്ക് പല അസുഖങ്ങളും വന്ന് പിടിപെട്ട ഒരു സാഹചര്യത്തിൽ കൂടെ നടക്കുന്ന, ആരോടൊന്നും പറയാൻ കഴിയുന്നില്ല, ഉറക്കത്തെണീറ്റിരിക്കുക, എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല, മറ്റുള്ളവരോട് പറയണോ പറയേണ്ട, മറ്റുള്ളവരുടെ ഉപദേശം തേടണോ എന്നുള്ളൊരു ചിന്ത, പകലും രാത്രി ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പം ആരോടെങ്കിലും പറഞ്ഞാൽ അതിനുള്ളൊരു നല്ല സൊല്യൂഷൻ കിട്ടുമായിരിക്കും എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ട്. എന്നാലും മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. ആരുടെയും ചോദിച്ച് എന്തെങ്കിലുമൊക്കെ സോൾവ് ചെയ്യാമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവിടെയും തടസ്സമാണ് കാരണം, മുന്നോട്ട് പോകാൻ ശ്രമിക്കും തോറും തടസ്സങ്ങളാണ്. പല ജീവിത സാഹചര്യങ്ങളും അനുകൂലമല്ല എന്നാണ് കാണുന്നത്. ജീവിതത്തിൽ മുന്നോട്ടേക്കുള്ള ഈ യാത്ര അത്ര സുഖകരമല്ല. അത് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കും തോറും പല തടസ്സങ്ങളും ഇവിടെ കാണുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഒരുപാട് സ്നേഹത്തോടെ വരണം എന്ന് ആഗ്രഹിക്കുന്നത്, നിങ്ങളിലേക്ക് വരണം, പഴയ സ്നേഹം തിരിച്ചു തരണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നു. ഒരുമിച്ച് ജീവിക്കണം, സന്തോഷമുള്ളൊരു ജീവിതം ജീവിക്കണം, ഒരു സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് കാണുന്നുണ്ട്. മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി അവർക്ക് ചിന്തിച്ചിട്ട് എങ്ങനെ മുന്നോട്ട് പോകും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയുമില്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി മറ്റുള്ളവർ ചോദിച്ചാലോ എന്നൊക്കെ തീരുമാനം, മറ്റുള്ളവർ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഏത് രീതിയിൽ പ്രശ്നം പരിഹരിക്കാനുള്ള വഴികൾ പറഞ്ഞു തരും എന്നുള്ള ചിന്ത. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് ജീവിക്കാമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവർക്കിപ്പോൾ പല കഴിവുകളും വന്നിട്ടുണ്ട്. മുമ്പ് ഒന്നിനും ഒരു കാര്യത്തിനും മുന്നോട്ട് ഇറങ്ങാത്ത വ്യക്തികളാണെങ്കിൽ ഇപ്പോൾ പല കഴിവുകളും ഇവരിൽ വന്ന് പല കാര്യങ്ങളും ചിന്തിച്ച് പ്രവർത്തിക്കാനും അതിനനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള കഴിവൊക്കെ ഒരു മജീഷ്യൻ്റെ പവറിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ആഗ്രഹിച്ചത് നേടാനുള്ള ഒരു കഴിവ് ഈ വ്യക്തികൾക്കുള്ളതായിട്ടാണ് കാണുന്നത്. ഈ വ്യക്തി നിങ്ങളെ കാണുന്നത് ഒരു എംപറർ അല്ലെങ്കിൽ എംപ്രസ് ആയിട്ടാണ്. അത്രയും അവർക്ക് നിങ്ങളോട് സ്നേഹമാണ്, ഒരിക്കലും പിരിയാൻ പറ്റാത്ത സ്നേഹമാണ് അവർക്ക് നിങ്ങളോട് എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ അവസ്ഥയിലിരിക്കുന്നത്, ഉറക്കമില്ലാത്തൊരവസ്ഥയിലിരിക്കുന്നത്, മാനസികമായ ഡിപ്രഷൻ, വേദന, അസുഖം. ചില വ്യക്തികൾക്ക് എന്തെങ്കിലും എപ്പോഴും അസുഖം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വിഷമമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ മുന്നോട്ടേക്ക് എങ്ങനെ പോകണം എന്ന് ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. ആഗ്രഹിച്ചതുപോലെ ഒന്നും നടക്കാത്തത് കൊണ്ട് മുന്നോട്ടുള്ള ഒന്നിലേക്കൊരു വിശ്വാസം വരാത്തൊരവസ്ഥ. അപ്പോൾ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ ശരിയാവും, അത് എപ്പോഴെങ്ങനെ നടക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർ ആഗ്രഹിച്ചതുപോലെ ഒരു കാര്യം നടക്കാനുള്ള ചാൻസ് കാണുന്നില്ല എന്നാണ് കാണുന്നത്. അവരൊരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരാൻ. അപ്പോൾ ആഗ്രഹിച്ച പോലെ വരണം, ഇതേപോലെ ആവണം, പഴയതുപോലെ ആവണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്താ ഫസ്റ്റ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചൊരു എത്തും പിടിയും കിട്ടുന്നത്. അതുകൊണ്ടാണ് അവർ മറ്റുള്ളവരുമായിട്ട് കൂടി ആലോചിക്കുന്നത്.
അപ്പോൾ ഇപ്പം അവർ ചിന്തിക്കുന്നത് എനിക്ക് ആവശ്യമുള്ള കാര്യത്തിലേക്ക് ചിന്തിക്കണം, മറ്റുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോകണം. അപ്പോൾ സ്വയം അവർ ചിന്തിക്കാൻ തുടങ്ങി, പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാൻ, ഹെർമിറ്റിൻ്റെ മോഡലിരുന്ന് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ സോളിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. എനിക്ക് എന്താണ് ആവശ്യമുള്ളത്, എനിക്ക് എന്താ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കണം, ഇങ്ങനെ പല കാര്യങ്ങളും അവർ സ്വയം ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ അവർ എല്ലാം പല കാര്യങ്ങളെക്കുറിച്ച് സോളിനെ കുറിച്ച് ചിന്തിക്കാറ്. അപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ സ്വയം ഇപ്പോൾ മെറ്റീരിയൽ ലൈഫിലുപരി സോളിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സമയം. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് അവിടെ സന്തോഷവും ദുഃഖവും പ്രശ്നങ്ങളും ഒന്നുമില്ല, അപ്പോൾ അവിടെ നത്തിങ്സ് ആണുള്ളത് എന്ന് അവർ സ്വയം മനസ്സിലാക്കുന്നത്. പല തിരിച്ചറിവുകളും അവരിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരൊരു സമാധാനം വേണം എന്ന് ആഗ്രഹിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ മുന്നോട്ടേ പോകണം, അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു തീരുമാനം എടുക്കാൻ. അപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് കുറച്ച് സമാധാനത്തിലൊക്കെ ഇരുന്ന് കുറച്ച് സാവകാശം നേടി എല്ലാം ഒന്ന് കറങ്ങി തെളിയുമ്പം മുന്നോട്ട് പോകാമെന്ന് ചിന്തിക്കുന്നുണ്ട്. അവർ നിങ്ങളെ തന്നെ ഓർത്തിരിക്കുന്നു, നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നാണ് കാണുന്നത്. 2 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ളൊരു ഒരുമിച്ചുള്ള ജീവിതം ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു ക്യൂനായാലും എംപ്രസ് ആയാലും അല്ലെങ്കിൽ എംപററിൻ്റെ എനർജി ആയോ ഒക്കെയാണ് കാണുന്നത്. ഇനി ക്ലാരിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ 2 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. 7 ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിട്ട് 2 ഓഫ് കപ്പിന്. 7 ഓഫ് വാൺസിൻ്റെ എനർജി. അപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുള്ളതായിട്ട് കാണാം. ചിലപ്പോൾ അത് ഫാമിലിപരമായിരിക്കും, അല്ലെങ്കിൽ ഈ വ്യക്തി മറ്റേതെങ്കിലും തരത്തിൽ ചിലപ്പം അത് ജോലി പ്രശ്നമാകാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും പിരിച്ചുവിടപ്പെടേണ്ട അവസ്ഥയോ, അപ്പോൾ എന്തെങ്കിലും പല തടസ്സങ്ങളും ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് വരാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിട്ടും മുന്നോട്ട് വരാൻ കഴിയാത്തത്. അതുകൊണ്ട് തന്നെ അവർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാം. ഈ വ്യക്തിക്ക് കിട്ടേണ്ടതോ അർഹതപ്പെട്ടതായ പല കാര്യങ്ങളും ഇവരിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് അവർ നന്നായി പ്രാർത്ഥിക്കുന്നു മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി. അവർ നിങ്ങളുമായിട്ടുള്ള സ്നേഹമായിട്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടി അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളെ ഒരുപാട് ഓർക്കുന്നതായി, നിങ്ങളിലേക്ക് വരാൻ പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ ഓർത്ത് നിങ്ങളിലേക്ക് വരാൻ തന്നെ ആഗ്രഹിക്കുന്നു. പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നുകൂടി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവരുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു, അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു. അപ്പോൾ ഒരു വിജയത്തിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി കരയുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മുന്നോട്ടുള്ള സക്സസ്സിന് വേണ്ടി അവർ ഉയരങ്ങളിലേക്ക് പോകാനാണ് അവർ നിങ്ങളുമായിട്ടുള്ള ഒരു ജീവിത വിജയത്തിനും ഒരു ഉയർച്ചയ്ക്കും സാമ്പത്തിക ഭദ്രതയും ജോലിയൊക്കെ നേടി മുന്നോട്ടുള്ള സക്സസ്സിന് വേണ്ടിയാണ് അവർ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ ഈ വ്യക്തിക്ക് ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ട വ്യക്തികളായിരിക്കും, ചിലപ്പോൾ ജോലി സ്ഥലത്ത് പിരിച്ചു വിട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളിലേക്ക് തീർച്ചയായും ഒരു പുതിയൊരവസരം കടന്നു വരുന്നുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്, ഒരു 2 ഓഫ് കപ്പിൻ്റെ എനർജി. അപ്പോൾ പുതിയൊരവസരം അവരെ കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പം അവരുടെ പ്രാർത്ഥനയൊക്കെ ദൈവം കേൾക്കുന്നുണ്ടെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നമായിരിക്കും നിങ്ങളുമായിട്ടുള്ള പ്രശ്നത്തിന്, സാമ്പത്തിക അല്ല ജോലി സംബന്ധമായ കാര്യങ്ങളോ, അല്ലെങ്കിൽ ചില വ്യക്തി ഫാമിലി ഇഷ്യൂസൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ മാറ്റം വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ചാരിയറ്റിൻ്റെ എനർജി. അപ്പോൾ പലരോടുമായി അവർ ചിലപ്പോൾ ജോലിക്ക് വേണ്ടിയിട്ടായിരിക്കും അവർ ശ്രമിക്കുന്നത്. പാർട്ട്ണർഷിപ്പായി ഒരു പുതിയ ജോലി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ, അല്ലെങ്കിൽ ഈ ബന്ധം മുന്നോട്ട് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ വേണ്ടി അതിനു വേണ്ടി വീട്ടുകാരുമായി സംസാരിക്കുക, ഫ്രണ്ട്സുമായി സംസാരിക്കുന്നത്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ പല നെഗറ്റീവായ സാഹചര്യങ്ങളും ഇവരുടെ മുന്നിലുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം അതിശക്തമായി തന്നെ മുന്നോട്ട് പോകണം. അതിനു വേണ്ടി അവർ ആഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. മുന്നോട്ടുള്ള ജീവിതം സക്സസ്സിലേക്ക് പോകണം എന്ന് അവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി മറ്റുള്ളവരുടെ ഉപദേശം തേടുന്നുണ്ട്. അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടവരാണെങ്കിൽ ആ ജോലിക്ക് വേണ്ടി നന്നായി ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പോട് കൂടി ഇവിടെ ഒരു ബിസിനസ്സിന് 2 സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോൾ 2 ഓഫ് ഇത് പാർട്ട്ണർഷിപ്പായിട്ടുള്ളൊരു ബിസിനസ്സിനും സാധ്യതയുള്ളത്. അപ്പോൾ അത് തന്നെ ഇവിടെ 3 ഓഫ് പെൻറ്റിക്കിൾ എനർജി. 2-3 പേര് ചേർന്ന് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാമെന്ന് തീരുമാനിച്ച് ഉറച്ച് നിൽക്കുന്ന വ്യക്തികളെയും കാണുന്നുണ്ട്. അപ്പോൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ സാമ്പത്തിക വിജയം ഉണ്ടാവണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ചിലപ്പോൾ മുന്നോട്ട് വരാൻ സാധിക്കാത്തത്. 2 ഓഫ് പെൻറ്റിക്കിൾഡ് എനർജി. അപ്പോൾ ഈ സാമ്പത്തികം ബുദ്ധിമുട്ടുള്ള വ്യക്തികളുമുണ്ട്. ചിലപ്പോൾ
അവർ പിന്നെ വീട്ടുകാർ ചില വ്യക്തികളെ വീട്ടുകാർ നിർബന്ധിക്കുന്നുണ്ടാവും ഇതിൽ നിന്ന് മാറിപ്പോകാനോ അല്ലെങ്കിൽ പുതിയ ഒരു ബന്ധത്തിലേക്ക് പോകാനൊക്കെ വീട്ടുകാർ നിർബന്ധിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് എന്താ ചെയ്യേണ്ട ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സ്റ്റക്കായി നിൽക്കുന്നത്. മുന്നോട്ട് പോകാൻ കഴിയാതെ ഒരു സ്റ്റക്കായി നിൽക്കുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ അത് അവരുടെ മനസ്സിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ അത് ജോലി സംബന്ധമാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ജോലി സംബന്ധമായ രണ്ട് ജോലികൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ രണ്ട് ചോയ്സ് ഉണ്ടാവും. അല്ലാതെ ഒരു വിവാഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ വീട്ടുകാർ നിർബന്ധിക്കുന്നുണ്ടാവും വേറെ മാരേജ് കഴിക്കാൻ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള നിങ്ങളെ ഒഴിവാക്കി മറ്റൊരു ബന്ധത്തിലേക്ക് പോകാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ പറയുന്നുണ്ടാവും. അതാണ് ഇവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ സ്റ്റക്കായി നിൽക്കുന്നത്. പക്ഷെ അവർക്ക് നിങ്ങളോട് സ്നേഹം തന്നെയാണെന്നാണ് കാണുന്നത്. അവർക്ക് നിങ്ങളോട് വെറുപ്പില്ല, സ്നേഹമാണെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 10 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമൊത്തുള്ള ഒരു നല്ല സന്തോഷപ്രദമായ കുടുംബജീവിതമാണ് ആഗ്രഹിക്കുന്നത്. കാരണം അവർക്ക് മജീഷ്യൻ്റെ പവറുണ്ട്. പല അവർ ഏതൊക്കെ നെഗറ്റീവായ സാഹചര്യങ്ങൾ അവരെ തടയാൻ ശ്രമിച്ചാലും അവർക്ക് അതിൽ നിന്ന് മുന്നേറി പോകാനുള്ള ഒരു കഴിവ് ഇതുവരെ ഇല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ആ കഴിവ് വന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അവർക്ക് പലതും മനസ്സിലാക്കാനും മുന്നോട്ടുള്ള ജീവിത വിജയത്തിനും ഉള്ള വഴികൾ കാണുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിനു വേണ്ടിയാണ് അവർ അത്രയും അതിശക്തമായി തന്നെ മുന്നോട്ടേക്ക് നീങ്ങുന്നത്. എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും അവരതെല്ലാം തട്ടിമാറ്റി മുന്നോട്ട് പോകും. ഒരു സന്തോഷകരമായൊരു കുടുംബജീവിതം വേണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. രണ്ടും എംബ്രസറിൻ്റെ എനർജിയാണ് വന്നത്. അപ്പം അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുമൊത്തുള്ള ഒരു ജീവിതവും അപ്പോൾ നിങ്ങൾ ഒരു കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷം. ഇവിടെ ഒരു ഫാമിലി കാർഡ് കൂടെ കാണുന്നുണ്ട് കുട്ടികളൊക്കെ ഉള്ള. അപ്പോൾ അങ്ങനെയൊക്കെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാർഡിൽ രണ്ട് എംബ്രസും ഇത് ഫാമിലി കാർഡ് കൂടെ വന്നിട്ടുണ്ട്. ഫാമിലി കാർഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇതും വന്നിട്ടുണ്ട്, ഒരു 2 ഓഫ് കപ്പിൻ്റെ എനർജി. അപ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമൊത്തുള്ള സന്തോഷകരമായൊരു കുടുംബജീവിതം. അതുകൊണ്ട് നിങ്ങളെ കൈവിടാൻ അവർക്ക് താല്പര്യമില്ല. നിങ്ങളിലേക്ക് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട്. നിങ്ങളെ ഒരു എംബററായിട്ടാണ് അവർ കാണുന്നതെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി അവർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതുവരെ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ അവർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ അവർ സക്സസ്സിന് വേണ്ടി, ഒരു ജീവിത വിജയത്തിന് വേണ്ടി നന്നായിട്ട് അമ്പലങ്ങളിലൊക്കെ പോകാത്ത വ്യക്തികളാണെങ്കിൽ, ഇതുവരെ പോയിട്ടില്ലെങ്കിൽ ഇപ്പോൾ അതൊക്കെ അവരുടെ മനസ്സിൽ തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെ പോകണം, ചെയ്യണം, പ്രാർത്ഥിക്കണം, വിളക്ക് കത്തിക്കണം എന്നൊക്കെ തോന്നുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. ഒരു ഹെർമിറ്റിൻ്റെ അതുകൊണ്ട് തന്നെ അവർ സമാധാനം ആഗ്രഹിക്കുക. ഹെർമിറ്റിൻ്റെ മോഡാണ്, ഹൈ പ്രീസ്റ്റസ് ആണ് വന്നത്. അപ്പം നന്നായിട്ട് അവർ മെഡിറ്റേഷനും പ്രാർത്ഥനയൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതുവരെ അമ്പലത്തിൽ പോകാത്ത വ്യക്തികളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അതൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ ആഗ്രഹം നിങ്ങളുമൊത്ത് ഒരുമിച്ചുള്ള ജീവിതം, സന്തോഷകരമായ ജീവിതം അവർ ഓർക്കുന്നുണ്ട്. നിങ്ങളെ കൈവിട്ടിട്ടില്ല. അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. അത് ചില വ്യക്തികൾക്ക് സാമ്പത്തിക ഭദ്രത കുറഞ്ഞതായിരിക്കും, ചില വ്യക്തികൾക്ക് ജോലി സംബന്ധമായതായിരിക്കും, ചില വ്യക്തികൾക്ക് ഫാമിലി ഇഷ്യൂസ് ആവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള ഒരു ജീവിത വിജയം അവർ മനസ്സിലാക്കി അതിനുവേണ്ടി സമാധാനപൂർണ്ണമായിട്ട് മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ പോകാം എന്ന് അവർ സ്വയം മനസ്സിലാക്കി വിലയിരുത്തുന്നുണ്ട്. അതിനനുസരിച്ച് അവർക്ക് മജീഷ്യൻ്റെ പവറുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് കാണുന്നത്. അപ്പോൾ അവർ 2 ഓപ്ഷൻസ് ഉണ്ട്. അത് ജോലി സംബന്ധമാകാൻ സാധ്യതയുണ്ട്, വിവാഹ സംബന്ധമായതാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ ജോലിയൊക്കെ കിട്ടുന്ന വ്യക്തികളുണ്ടാവും. ഇപ്പോൾ 2 എണ്ണമൊക്കെ കിട്ടിയിട്ട് അപ്പം ഏതിലേക്കാണ് മുന്നോട്ട് പോകേണ്ടത് ആ ഒരു അവസ്ഥ ചിന്തിക്കുന്ന വ്യക്തികളുണ്ടാവും. അപ്പോൾ അത് നല്ലത് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുക. പിന്നെ ഫാമിലി റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും അവർക്ക് നിങ്ങളെ കൂടാതെ മറ്റൊരു വ്യക്തി, അതായത് ചിലപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ളവരായിരിക്കുക, അല്ലെങ്കിൽ വീട്ടുകാർ വേറെ ആലോചിക്കുന്നവരൊക്കെ അങ്ങനെയൊക്കെയുള്ള വ്യക്തികളായിരിക്കും. അപ്പോൾ മറ്റൊരു ഓപ്ഷൻസും കൂടെ ഉള്ളതായിട്ടാണ് കാണുന്നത്. എന്ത് തന്നെയാണെങ്കിലും അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട്. അവരിപ്പം ഏതോ ഒരു പ്രശ്നത്തിൽ, അവരുടെ മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത പ്രശ്നത്തിൽ കുടുങ്ങി നിൽക്കുന്നു എന്നാണ് കാണുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഉറക്കമില്ലാത്തൊരവസ്ഥയും
അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥ. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ജോലി വരെ നഷ്ടപ്പെട്ട അവസ്ഥയുള്ള വ്യക്തികളുണ്ട്, ഒന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയുള്ള വ്യക്തികളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്, നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് അവരിലേക്ക് എത്തും എന്ന് തന്നെയാണ് കാണുന്നത്. ഒരു ജീവിത വിജയം ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത്. 2-3 ഒറാക്കിൾ കാർഡ് കൂടെ എടുത്ത് നമുക്ക് ഷഫിൾ ചെയ്ത് വെച്ചതാണ്. മൂന്ന് കാർഡ്സ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കാം എന്താണെന്നുള്ളത്. എക്സ്പ്രസ് യുവർ ഷാഡോസ് ഇൻ ആർട്ട് ആൻഡ് ലെറ്റ് ഹീലിംഗ് അൺഫോൾഡ്. അപ്പോൾ നിങ്ങൾ എന്തെല്ലാം കലാപരമായ കഴിവുകളൊക്കെ ഉണ്ടോ അതൊക്കെ പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക. വേദനിക്കുന്ന മനസ്സിനെ എന്തെല്ലാം വേദനകളോ വിഷമങ്ങളോ ജീവിതത്തിലുണ്ടോ അതൊക്കെ മാറ്റി ഒരു സന്തോഷകരമായ ജീവിതത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുക. മറക്കേണ്ട കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് അതായത് ജീവിതത്തിൽ നിന്ന് എന്തൊക്കെ ഒഴിവാക്കണം അത് മറക്കാൻ ശ്രമിക്കുക. മുന്നോട്ടുള്ള പുതിയ വഴിയിലേക്ക് കടക്കാൻ ശ്രമിക്കുക. ലെറ്റിൻ ഗോ ക്രിയേറ്റ് സ്പേസ് ഫോർ ന്യൂ ബിഗിനിങ്സ്. അപ്പം ജീവിതത്തിലെ പല കാര്യങ്ങൾ, ജീവിതത്തിൽ എന്തൊക്കെ എല്ലാ മനുഷ്യരിലും ഓരോ കുറ്റങ്ങളും കുറവുകളുണ്ട്. എല്ലാം തികഞ്ഞാൽ ഒരു മനുഷ്യനും ഉണ്ടാവില്ല. അപ്പം ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, അപ്പോൾ എന്തൊക്കെ തെറ്റുകളും കുറ്റങ്ങളുണ്ട്, അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനും നമ്മളിലെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അത് ഒഴിവാക്കാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. ആദ്യം മനസ്സിലാക്കണം എന്താ നമ്മളിലെ തെറ്റുകൾ, നമ്മൾ എന്ത് പോരായ്കയാണ് നമുക്കുള്ളത്, അത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അപ്പം വിട്ടുവീഴ്ച ഒരു പുതിയ തുടക്കത്തിന് വഴിയൊരുക്കുക എന്നാണ് കാണുന്നത്. നോട്ട് സീൻ ഫ്ലോസ് ഇൻ ഡേസ് ഗ്രോത്ത്, നോ ലിമിറ്റ്സ് ടു ലേൺ ആൻഡ് ഇംപ്രൂവ്. അപ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന കുറവുകൾ മനസ്സിലാക്കാതിരിക്കുന്നത് നമ്മുടെ വളർച്ചയെ തന്നെ തടസ്സം. നമ്മളിൽ എന്തൊക്കെ കുറവുണ്ട്, അപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം തികഞ്ഞ ഒരു മനുഷ്യനുണ്ടാവില്ല. അപ്പോൾ നമ്മളിലെ കുറവുകൾ നമുക്ക് എന്താണ് നമ്മുടെ ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് തന്നെ അത് ബാധിക്കും. അതുകൊണ്ട് എന്താണ് കുറവുകൾ എന്ന് മനസ്സിലാക്കി മാറ്റം വരുത്താൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളൊരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. നിങ്ങളിൽ നിന്ന് അകന്നു പോയ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഓർക്കുന്നത്. അവരുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണുള്ളതെന്നാണ് കാണുന്നത്. അപ്പം ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കാതെ, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക. ബൈ.